സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ എന്തായിരുന്നു? സത്യം പറഞ്ഞ എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് വീഡിയോ ഇടാതിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് സക്സസ്ഫുൾ ആയൊരു പരിപാടി ചെയ്യണം. സോ കഴിഞ്ഞ അടുത്ത എപ്പിസോഡിലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു സംഭവം പണിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കിടു സംഭവമാണ്, അടിപൊളി സംഭവമാണ്. ഇത് കണ്ടവരെല്ലാം കിടുവാന്ന് പറഞ്ഞൊന്നുമില്ല, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു വന്നിട്ട്. സോ അതെന്തോ എന്താണ്. സോ എന്തായാലും എനിക്ക് എന്നിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടാണ് വീണ്ടും അകത്ത് കയറുമ്പോൾ രണ്ട് പൂച്ചയൊക്കെ അങ്ങോട്ട് നോക്കിയിരിക്കുന്നുണ്ട്. ഇത് എന്തിനാന്ന് എനിക്കറിയില്ല. സോ ഇത്രയും വലിയ ഒരു സോർട്ടിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ അതെന്തായാലും അവിടെ ഇരിക്കട്ടെ. ഇന്നത്തെ മെയിൻ പരിപാടി എന്നാന്ന് ചോദിച്ചാൽ എനിക്കും വലിയ പിടിയില്ല. സോ ഇന്ന് എന്തുണ്ടാക്കുമെന്നും എനിക്കും വലിയ പിടിയില്ല. സോ നമുക്ക് നോക്കാം. നമ്മളെ കുറെ നാളെ നമ്മുടെ ഫാക്ടറി ഐലൻഡിലേക്ക് പോയിട്ട്. സോ ഫാക്ടറി ഐലൻഡ് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. സോ നമ്മൾ കഴിഞ്ഞതിൻ്റെ ഏതൊരു എപ്പിസോഡിൽ നമ്മൾ ഇവിടെ ആയിട്ട് സംഭവം പണി വെച്ചിട്ടുണ്ട്, ക്രീപ്പർ ഫാം. അത് നമ്മൾ പൊളിച്ച് മാറ്റി എല്ലാം നിരപ്പാക്കിയിട്ടുണ്ട്. സോ ഇവിടെ എന്തെങ്കിലും പണിയണം. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എന്തെങ്കിലും പണിഞ്ഞാലോ? എനിക്കൊരു ക്യാറ്റസ് ഫാമിന്റെ ആവശ്യമുണ്ട്. അത് എന്നത്തിനാന്ന് എനിക്കറിയത്തില്ല. ചുമ്മാ രസം ഇരിക്കട്ടെ, അതല്ലേ ഇരിക്കട്ടെ. സോ അപ്പൊ അതിന്റെ ഒരു ചെറിയ ആവശ്യം ഉണ്ടാകും. നമുക്ക് ഇന്ന് ക്യാറ്റസ് ഫാം ഉണ്ടാക്കി വെക്കാം. ചേട്ടാ വീണ്ടും ഒരു പിങ്ക് ഷീപ്പ് അവിടെ വന്നോണ്ട് ഇവിടെയുണ്ട് കുമ്പിടി. സോ ഏറെ ഷീപ്പും കണ്ടാണ്. പക്ഷെ എനിക്ക് കണ്ടിട്ട് തോന്നുന്നു ഞാൻ ഏതാണ്ട് 5-6 തവണ കൊണ്ട് ഈ വേൾഡിനകത്ത് കണ്ടിട്ടുണ്ട്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് ഇവിടെ ഒരു ക്യാറ്റസ് ഫാം ഉണ്ടാക്കി വെക്കാം. സോ അതിനു മുമ്പ് ഇതുണ്ടോന്ന് നോക്കണം. ഏത് ക്യാറ്റസ് അല്ല, എനിക്ക് ഡെസേർട്ട് കണ്ടുപിടിക്കാൻ പോകണം, അതെനിക്ക് മടിയാണ്. സോ അതുകൊണ്ട് നോക്കട്ടെ. 56 ക്യാറ്റസ് ഉണ്ട്, മതി. നമുക്ക് ഇനി വേറെ എന്നാ വേണ്ടാന്ന് ചോദിച്ചാൽ കുറച്ച് സ്റ്റോൺ വേണം. സ്റ്റോൺ ബ്രിക്സ് തന്നെ അങ്ങ് എടുത്തേക്കാം. ഒരു ക്ഷാമം കാണിക്കണ്ട. പിന്നെ നമുക്ക് ഏതോ ഒരു സാധനം ഇവിടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇത് തന്നെ സ്പ്രൂസ് ഫെൻസ് വേണം. അത് നിർബന്ധമാണ്. സ്പ്രൂസ് ഫെൻസ് വേണം. സോ സ്പ്രൂസ് ഫെൻസ് കഴിഞ്ഞിട്ട് എന്നാ വേണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പിടിയില്ല. പിന്നെ ഉള്ളത് ഹോപ്പർ മറിച്ചത് മറ്റേ സാധനം, അതൊക്കെ അവിടെ തന്നെയുണ്ട്. നമ്മുടെ അതിനകത്ത് ക്രീപ്പർ ഫാമിന്റെ അടിയത്തെ ഭാഗം ഞാൻ പൊളിച്ചു മാറ്റിയിട്ടില്ല. സോ അതെല്ലാം അവിടെ തന്നെയുണ്ട്. സോ വേറെ എന്തെങ്കിലും വേണോ ചോദിച്ചാൽ വേണ്ട. അതുകൊണ്ട് എന്തായാലും ഒരു കാര്യം ചെയ്യാം, പണിയാൻ തുടങ്ങാം. സോ ഫസ്റ്റ് തന്നെ ഇവിടുത്തെ ഈ അടിയത്തെ എല്ലാം അങ്ങ് പറിച്ചു കളയട്ടെ. ഈ മണ്ണെല്ലാം അങ്ങ് കൊത്തിക്കളഞ്ഞേക്കാം, കാരണം ഇതിന്റെ ആവശ്യമില്ല. സോ ഇപ്പൊ നമ്മള് പിടിച്ചെല്ലാം മാറ്റിയിട്ടുണ്ട്. സോ നമുക്ക് ഇനി കുറച്ച് സ്റ്റോൺ ഇവിടെ കൊണ്ടുവന്ന് കവർ ചെയ്യണം. സ്റ്റോൺ എടുക്കാൻ പറഞ്ഞു തിരിച്ച് വീട്ടിൽ പോവാം. അവനെ അങ്ങ് പിടിച്ച് വൈകുന്നേരത്തെ കറിയാക്കിയാലോ? ഇവന് വേണ്ടി ചുമ്മാ അടക്കുന്നതായിട്ട് എനിക്ക് എന്തോ പോലെ. അപ്പോ ഇതെല്ലാം ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തോ ഒരു ചെറിയൊരു കുറവുണ്ട്. സോ അത് എന്നാ കുറവാന്ന് എനിക്ക് വലിയ പിടിയില്ല. നമുക്ക് നോക്കാം. സോ ഇത് വെച്ച് കഴിയുമ്പോൾ അറിയാം ഇതെല്ലാം കറക്റ്റായിട്ട് വർക്കാവോ ഇല്ലയോ എന്ന്. ഇല്ലെങ്കിൽ മൂഞ്ചും. സോ നോക്കാം. സോ ഇതങ്ങനെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. വേണ്ട ആ ഒരു സൈഡ് മാത്രം ചെറിയ വൃത്തിയോടുണ്ട്. പക്ഷെ അത് വിഷയമില്ല. ഞാൻ കുറച്ചും കൂടെ ഇങ്ങോട്ട് അകത്തി ഉണ്ടാക്കാതായിരുന്നു ഒരു ഒറ്റ ബ്ലോക്ക്. സോ അതിന്റെ ഒരു ചെറിയ മിസ്റ്റേക്കാണ് നിങ്ങൾ കാണുന്നത്. ചെറിയൊരു പണി കിട്ടി. ഞാൻ ഫുള്ള് വാട്ടറിലൊക്കെ ആയിട്ടുണ്ട്. അടിപൊളി. ഇനി ഇതെല്ലാം തിരിച്ചു മാറ്റണം. എനിക്ക് വയ്യ, ഞാൻ മടുത്തു. അയ്യോ, അങ്ങനെ വീണ്ടും മൂടി എടുത്തിട്ടുണ്ട്. സോ എന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം നമുക്ക് ഇവിടെ മറ്റേ ആ സാധനത്തിന്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. അതാണ് നമ്മുടെ ക്യാറ്റ്കസ് കസസ് വെക്കാനുള്ള നമുക്കൊരു ഏരിയ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. സോ ഇങ്ങനെ ഓരോന്നും വെച്ചാ പോണ്ട എന്ന് എനിക്ക് തോന്നുന്നു. സോ അങ്ങനെ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. സോ ഇനിയാണ് അടുത്ത കാര്യം. ഇതിന്റെ മേലോട്ട് നമ്മുടെ മറ്റേ കസ്കട്ട് ക്യാറ്റോ അങ്ങനെ അത് തന്നെ വെക്കണം. പിന്നെ അതാണ് അടുത്ത കാര്യം. സോ തികയോന്ന് ആർക്കറിയാം. സോ ഐ തിങ്ക് ഞാൻ എല്ലാം വെച്ച് തീർത്തെന്നാ തോന്നുന്നത്. വെച്ചിട്ട് കാണും. ഞാൻ എല്ലാം വെച്ച് തീർത്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഫെൻസ് വെച്ച് ഇതിന്റെ മേളോടെ കുറച്ച് പരിപാടി ചെയ്ത് വെക്കാനുണ്ട്. സോ അതിപ്പോ ഇനി എങ്ങനെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പിടിയില്ല. ഒരു 2 എണ്ണത്തിനും കൂടെ കുറവുണ്ടായിരുന്നു. അതും കൂടെ ഉണ്ടായിരുന്ന സെറ്റ് ആയിരുന്നേ. സോ എനിക്കറിയത്തില്ല കറക്റ്റ് ആയോ ഇല്ലയോ എന്നൊന്നും. സോ എനിക്ക് കറക്റ്റ് ആയോ ചോദിച്ച് എനിക്കറിയത്തില്ല. സോ നമുക്ക് നോക്കണം. ഈ ഫെൻസ് വെച്ചാലും വളരുമോ എന്ന് എനിക്കറിയത്തില്ല. അത് മറ്റേ ഫെൻസിന്റെ ഒരു ഡോർ ഇല്ല, അത് വെക്കണമെന്ന് എനിക്കറിയത്തില്ല.
നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യും. ഈ സാധനം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഇത്. സോ കാരണം ഇതിനു മുമ്പ് എനിക്ക് ഇതിന്റെ ആവശ്യം വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. സോ ഇനിയാണ് അടുത്ത കാര്യം, ഇതിന്റെ അടിയിലുള്ള എല്ലാ ബ്ലോക്കും നമ്മൾ എടുത്ത് മാറ്റണം. സോ അത് ചെറിയ പരിപാടിയൊന്നുമല്ല. സോ എന്തായാലും ഞാൻ ഇനി ഒന്നും കൂടെ മാറ്റി എല്ലാം സെറ്റ് ആക്കട്ടെ, അന്നേരം നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാവേ. ആഫ്റ്റർ ഫൈനലി നമ്മുടെ ബിൽഡ് മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇത് വർക്ക് ആകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് വന്ന് നോക്കേണ്ടത്. ആ വർക്കൊക്കെ ആകുന്നുണ്ട്. 3 ക്യാറ്റസ് വന്നിട്ടുണ്ട്. കൊള്ളാം. സോ അത്യാവശ്യം നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ആകുന്നുണ്ട്. 1 മണിക്കൂർ 3 ക്യാറ്റസ് വെച്ച് വരുന്നുണ്ട്. നന്നായി. സോ ഇപ്പം എല്ലാം ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ട്രാപ്പ് ഡോർ വെച്ചാലും വേറെ വിഷയമൊന്നുമില്ല. ഇപ്പം ഏതാണ്ട് ഒന്ന് ഇവിടെ ഞാൻ പൊട്ടി വീരുന്ന കണ്ടു. സോ അതേണ്ട അവിടെ ഒന്ന് പൊട്ടി വീണു. നന്നായി. സോ അപ്പോൾ ഇത് വർക്കാകുന്നുണ്ട്, അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല. സോ നമുക്ക് ഇനി ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് സെറ്റ് ആക്കാനുണ്ട്. സോ അപ്പോൾ നമുക്കത് അതിൻ്റെ കുറച്ച് പരിപാടി നമുക്ക് ചെയ്ത് വെക്കാനുണ്ട്. സോ അത് വിഷയമില്ല, നമുക്ക് എല്ലാം സെറ്റ് ആക്കാന്നേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. അവിടെ ഇരിക്കട്ടെ. സോ ഇനി ഇവിടെ കുറച്ച് ക്യാറ്റസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ബാക്കിയെല്ലാം സെറ്റ് ആയിക്കോളും. അങ്ങനെ ഫൈനലി ഒരു ഫാമും കൂടെ നമ്മൾ പണി ചെയ്തിട്ടുണ്ട്. 5 എണ്ണമായിട്ടുണ്ട്. സോ ഇത് ഇനി പയ്യെ ആയിക്കോളും. സോ അങ്ങനെ ചുമ്മാ ഇരുന്ന ഒരു ദിവസം നമ്മളാണ് നശിപ്പിച്ചിട്ടുണ്ട്. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഏകദേശം 1 മണിക്കൂറായി ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, സീ ഗുഡ് ബൈ. ഓൾസോ ചാനൽ സബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് സബ് ചെയ്ത് നമ്മൾ റൂട്ട് 1 കേട്ടെടുത്തതായിട്ടുണ്ട്, അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ്. സോ അപ്പം ബൈ.